കൂട്ടുകാരെ എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാന് കൃഷിപ്പണി എടുക്കാൻ പോകല്ല ചെയ്യുന്നത്, വിളവെടുപ്പൊന്നുമല്ല. ഇന്ന് കൃഷി ഉൽപ്പന്നം ഇതുകൊണ്ടുള്ള ഇത് എരിശ്ശേരി ഉണ്ടാക്കുക. മത്തങ്ങ എരിശ്ശേരി കുറെ പേർക്കൊക്കെ അറിയായിരിക്കും. മോഡൽ എരിശ്ശേരി ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ താരം മത്തനാണല്ലോ, മത്തൻ എരിശ്ശേരിക്ക്. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ മത്തൻ ഒന്ന് പീസാക്കി എടുക്കട്ടെ. ഓരോ സ്റ്റെപ്പ് ഞാൻ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പൊ പീസാക്കി എടുക്കട്ടെ. നല്ല മൂത്ത മത്തനാണ് ഇത്. ഇതിനെ വിത്ത് കണ്ടിട്ട് നടാൻ തോന്നുക. നല്ല ഉണക്കി വെക്കാൻ വിചാരിക്ക. വിത്ത് എന്ത് നല്ല വിത്തായത് ഇതില്ലേ. കൊറേ ഞാനിവിടെ മത്ത നട്ടിട്ടുണ്ട്. പിന്നെന്താ എല്ലാരും വർത്താനം? മഴ ഉണ്ടോ നാട്ടിലൊക്കെ? ഇവിടൊക്കെ മഴ പെയ്തു. ഇന്ന് രാവിലെ തന്നെ ഞാൻ കൊറേ പണിയെടുക്കിയിരുന്നു. മഴ പെയ്താ പിന്നെ എനിക്ക് പെരുന്നാളാ, കൊത്താ സുഖാണല്ലോ. കൊറേ മത്തന് നട്ടിട്ടുണ്ട്. മൂത്ത മത്തനാണെങ്കിലേ, മത്തങ്ങ മൂത്തതാണെങ്കിൽ ഞാൻ ഇത് തൊലിയാൻ കളയും. കട്ടിബോർഡിലൊന്നും അരിയാൻ എനിക്കറിയില്ല. എനിക്കൊരു പ്രയാസം പോലെയാ. ഞാന് കൈക്ക് വരലിൽ ഉറയിട്ടിട്ടാണ് ഞാൻ ചെയ്യല്. ഞാന് എല്ലാം അരിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കറിക്കിടാന് പച്ചമുളക് പറിക്കട്ടെ. എല്ലാം നമ്മൾ നട്ടുപിടിപ്പിച്ചാലേ നല്ല സുഖ. കടയിലേക്കൊന്നും പോണ്ട. ഫ്രഷ് സാധനം നമുക്ക് അപ്പം കഴിക്കാം. ദൈവം നിറയുണ്ട് പൂ. കറിവേപ്പില എല്ലാം നമ്മളെ ആവശ്യത്തിന് നമുക്ക് വേണം. കറിവേപ്പില ഇങ്ങനെ അങ്ങ് പൊട്ടിച്ചെടുക്കല. ഞാൻ അങ്ങനെ പൊട്ടിച്ചെടുത്താൽ, കത്തിയോണ്ട് ഏറ്റവും നല്ലത്, പൊട്ടിച്ചെടുത്താൽ ശാഖകൾ ഇങ്ങനെ വരും. നല്ല അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട്. ഞാനിങ്ങനെ പൊട്ടിച്ച് അങ്ങനെ എടുത്താൽ നിറയെ ചെറിയ ചെറിയ തളിര് വന്നോളൂ. ഇവിടെ കറിവേപ്പില പറിക്കുമ്പോഴാണ് കാണുന്നത് റംബൂട്ടാൻ പൂത്തത്. കണ്ടോ? ഇതവിടെയൊക്കെ റംബൂട്ടാൻ പൂക്കൽ തുടങ്ങി. നിങ്ങളെ നാട്ടിലൊക്കെ റംബൂട്ടാൻ പൂത്തോ അല്ലെങ്കിൽ കായ്ച്ചോ? അവിടെയൊക്കെ പൂത്തിട്ടുണ്ട്. ഞാൻ വെറുതെ കാണിച്ചെന്നേ ഉള്ളൂ. ഞാനിത് കറിവേപ്പില പറിക്കുമ്പം കണ്ടതാ. ഇനി ആവശ്യത്തിനുള്ള ഉള്ളിയും പറിച്ചെടുക്കട്ടെ. ഞാനിപ്പോൾ അങ്ങനെയാ, ഉള്ളി വരെ ഇപ്പം കൃഷി ചെയ്തുണ്ടാക്കുക. ഇത് ഞങ്ങൾ പറിച്ചെടുക്കട്ടെ. കറിവേപ്പിലയും പച്ചമുളകും ഉള്ളിയും ഒക്കെ പറിച്ച് വരുമ്പോഴാണ് എൻ്റെ പൂച്ചെടി കാണുന്നത്. നിങ്ങളും കൂടെ ഒന്ന് കണ്ടോട്ടെ വിചാരിച്ചിട്ടാ. എൻ്റെ പൂച്ചെടിൻ്റെ അടുത്ത് അതെല്ലാം ഉള്ളത്. നല്ല ഡെയ്സി പൂക്കൾ, നല്ല ഭംഗിയുള്ള. ഞാൻ വേറൊരു പൂവും കൂടെ കാണിച്ചു തരാം. ഇത് ജെറേനിയ. എന്തൊരു ഭംഗിയാ കളർ എന്നറിയോ. ഇപ്പൊ വെറുതെ കാണിച്ചേ ഉള്ളൂ. ഞാൻ അങ്ങനെ പറിക്കാൻ വന്നപ്പോൾ കണ്ടപ്പോ. ഇത് എൻ്റെ ഓറഞ്ച് ബോഗൺവില്ല. ഓരോന്ന് മുറ്റത്താ, മൊത്തം എൻ്റെ മുറ്റത്താ. ഉള്ളി അടക്കം മുറ്റത്താ നട്ടത്. സ്ഥലമില്ല വേറെ. കറി വെക്കാൻ തുടങ്ങട്ടെ. മത്തനെല്ലാം അരിഞ്ഞ് റെഡിയാക്കി ഇനി വേവിക്കാൻ നോക്കുക. ഞാൻ മൺപാത്രത്തിലാണ് ഞാനെല്ലാം ഉണ്ടാക്കുക. ഒരു ഐശ്വര്യമാണല്ലോ. നാടൻ കറിക്ക് നാടൻ പാത്രം. ഒരു മത്തനിരുന്ന് ഇതിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പച്ചമുളക്, കറിവേപ്പില ഞാൻ അങ്ങനെ തന്നെ കിട്ടില്ല, പിന്നെ അങ്ങോട്ട് എടുത്ത് വെക്കല. അതിൻ്റെ കൂലി. പിന്നെ ആവശ്യത്തിന് വേവാൻ വേണ്ടി കുറച്ച് വെള്ളം. ഇനി ഞാൻ ഗ്യാസിമ വെക്കട്ടെ. ശരിക്കും മൺപാത്രം വിറകടുപ്പിലൊക്കെ ആവുമ്പോൾ നല്ലതാ. പക്ഷെ വിറക് കത്തിക്കാത്തത് കൊണ്ട് ഗ്യാസിമ വെക്കട്ടെ. ഇത് അടുപ്പത്ത് വെച്ചു. ഇനി ഇതൊന്ന് വേവട്ടെ. ഒരു 10 മിനിറ്റ് എടുക്കും. അടച്ചു വെച്ചു. ഇനി ഇത് പോകുമ്പോഴേക്കും നമുക്ക് തേങ്ങാക്കൂട്ട് റെഡിയാക്കാം. തേങ്ങാൻ്റെ അരവ് റെഡിയാക്കാം. മത്തം പോകുമ്പോഴേക്കും നമുക്ക് അരച്ച് റെഡിയാക്കാം. കുറച്ച് തേങ്ങ എടുത്തു. കുറഞ്ഞ കറി ആയതുകൊണ്ട് എല്ലാം കുറച്ച് എടുക്കുന്നുള്ളൂ. നല്ല ജീരകം കുറച്ചിട്ടു. ഉള്ളി. ഇനി വെള്ളം ഒഴിച്ചൊന്ന് അരച്ച് റെഡിയാക്കട്ടെ. തേങ്ങ അരച്ച് റെഡിയാക്കി
ഈ അരച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ കുറച്ച് തൈര് ഒഴിക്കുന്നുണ്ട്. തൈര് ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് കറക്കിട്ടോ. ഓ, മത്തൻ വെന്ത് വേഗം വേവ് കേട്ടോ. മത്തൻ റെഡിയായി, വെന്ത് റെഡിയായി. ഇതാ ഇത്ര പെട്ടെന്നാ വെന്തത്. ഇനി ഇതിലേക്ക് അരവ് ഒഴിക്കട്ടെ. നല്ല സ്മെല്ലാട്ടോ. ഇത് മൺപാത്രം ആയതുകൊണ്ട് ഒന്നങ്ങോട്ട് കുറുകൂത്. കുറച്ച് ലൂസിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ചോറിന് ഒഴിക്കാനല്ലേ. ഭയങ്കര ചൂടാ ഈ മൺപാത്രം. ഇനി ഞാൻ ഒന്ന് തുള്ളിയിട്ട് അങ്ങ് ഓഫാക്കി വറവിടട്ടെ. ചട്ടി ചൂടായി, എണ്ണ ഒഴിക്കട്ടെ. കുറഞ്ഞ കറിയുള്ളൂ, അപ്പം കുറഞ്ഞത് മതി. എണ്ണയെല്ലാം കുറവ് മതി. കടുകിട്ട് ഒരു മണി ഉലുവട്ട് വറ്റൽ മുളക്, കറിവേപ്പില. ഭയങ്കര ഒച്ചയാ. നമുക്കറിയിലേക്ക് ഒഴിച്ച നല്ല അടിപൊളി എരിശ്ശേരി നോക്കട്ടെ. അങ്ങനെ നമ്മളെ എരിശ്ശേരി റെഡിയായിരിക്കുന്നു. എല്ലാരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. സ്മെല്ല് തന്നെ മതി, ധാരാളം ചോറ് നമുക്ക് തിന്നാം. എന്താ എരിശ്ശേരി റെഡിയായി. ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ, എന്താ അഭിപ്രായം എന്ന് ഞാൻ പറഞ്ഞു തരാം. കണ്ടാ സൂപ്പറാ, നല്ല സ്മെല്ലുവാ. ഒന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളിയാ. എനിക്ക് ഇങ്ങനത്തെ കറി ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ബീഫിന്റെ ഒന്നും ആവശ്യമില്ല, പപ്പടത്തിന്റെ ഒന്നും, അച്ചാറും ഒന്നും വേണ്ട. ഭയങ്കര നല്ലൊരു മണായിട്ട് എനിക്ക് ധൃതിയായി വെക്കുന്നതിന്. അടിപൊളിയാ, ഭയങ്കര ടേസ്റ്റ്. നീ എല്ലാരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിട്ടോ. ഞാൻ ചോറ് കഴിക്കട്ടെ. നിങ്ങൾ എല്ലാരും കഴിച്ചു കഴിഞ്ഞവരാണോ? അപ്പൊ എന്റെ എരിശ്ശേരി വീഡിയോ അത്രേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.